സെഷനിലേക്ക് സ്വാഗതം. ഫ്രിസ് കുറച്ച മുടിയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കുക എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്മൂത്തനിങ്. ഈ പ്രക്രിയ ചെയ്യുന്നതിന് കെരാറ്റിൻ അല്ലെങ്കിൽ മറ്റ് സ്മൂത്തിങ് ഏജന്റുകൾ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ഹെയർ സ്ട്രൈറ്റനിങ് ഉൽപ്പന്നമാണ് ഉപയോഗിക്കുന്നത്. റീബോണ്ടിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രക്രിയ ഒരു താൽക്കാലിക ട്രീറ്റ്മെന്റ് ആണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. ഹെയർ സ്മൂത്തനിങ്ങിന് വേണ്ട ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും പട്ടിക തയ്യാറാക്കുക. പ്രക്രിയയ്ക്ക് ക്ലയന്റിനെ തയ്യാറാക്കുക. ഹെയർ സ്മൂത്തനിങ് പ്രക്രിയ ചെയ്തു കാണിക്കുക. കൂടാതെ ഹെയർ സ്മൂത്തനിങ് പ്രക്രിയയിൽ ഉണ്ടായേക്കാവുന്ന വിപരീത ഫലങ്ങൾ അഥവാ കൺട്രാക്ഷൻസ് എന്തൊക്കെയെന്ന് വിശദീകരിക്കുക. ഹെയർ സ്മൂത്തനിങ്ങിന് വേണ്ട ഉപകരണങ്ങളും സാമഗ്രികളും ഇനി പറയുന്നവയാണ്: ടൈമർ, സലൂൺ ഗൗൺ, മിക്സിംഗ് ബൗൾ, സ്പ്രേ ബോട്ടിൽ, സ്പാറ്റുല, സെറ്റിംഗ് ക്ലിപ്പ്, ടെയിൽ കോമ്പ്, വൈഡ് ടൂത്ത് കോമ്പ്, ആപ്ലിക്കേറ്റർ ബ്രഷ്, നെക്ക് ക്യാപ്പ്, ഷാംപൂ, ടവൽ, ന്യൂട്രലൈസിംഗ് ഷാംപൂ, കണ്ടീഷണർ, പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ്, പ്രൊട്ടക്റ്റീവ് ക്രീം, കൂടാതെ സ്മൂത്തനിങ് കെരറ്റിൻ സൊല്യൂഷൻ. ഓരോ ഹെയർ സ്ട്രൈറ്റനിങ് സെഷനു മുൻപും ഹെയർ സ്ട്രൈറ്റ്നർ, ചീർപ്പുകൾ, ബ്രഷുകൾ, സെക്ഷനിങ് ക്ലിപ്പുകൾ എന്നിങ്ങനെ എല്ലാ ഉപകരണങ്ങളും നന്നായി വൃത്തിയാക്കണം. അനുയോജ്യമായ ക്ലീനിംഗ് ഏജന്റോ ഡിസിൻഫെക്റ്റന്റോ ഉപയോഗിച്ച് മുൻപ് ചെയ്ത ട്രീറ്റ്മെന്റിന്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ക്ലയന്റിനെ വിളിക്കുന്നതിന് മുൻപ് ട്രീറ്റ്മെന്റ് ചെയറിലെ പൊടിയും അവശിഷ്ടങ്ങളും നീക്കി വൃത്തിയാക്കണം. പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് ക്ലയന്റിന്റെ താൽപ്പര്യങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലയന്റിന് ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് വേണ്ടത് എന്ന് അറിഞ്ഞു വെച്ചാൽ അതനുസരിച്ചുള്ള പ്രക്രിയ തയ്യാറാക്കാം. ക്ലയന്റിന് കെമിക്കലുകളോട് അലർജിയില്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ക്ലയന്റ് കെമിക്കൽ ഹെയർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. കെമിക്കൽ പ്രക്രിയകൾ കൊണ്ട് മുടിക്ക് കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നും ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലയന്റിന്റെ സ്കാൽപ്പും മുടിയും വിലയിരുത്തി നീർക്കെട്ടോ മുറിവുകളോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകാനോ അനുയോജ്യമല്ലാതെ വരാൻ സാധ്യതയുള്ളതോ ആയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലയന്റിന്റെ സ്കാൽപ്പും മുടിയും ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ ട്രീറ്റ്മെന്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ട്രീറ്റ്മെന്റുമായി മുന്നോട്ടു പോകുന്നതിന് മുൻപ് ക്ലയന്റിന്റെ സമ്മതപത്രം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഉണ്ടായേക്കാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും, പാർശ്വഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രക്രിയയെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയ ശേഷം കൺസെന്റ് ഫോം ഒപ്പിട്ട് പ്രക്രിയയുമായി മുന്നോട്ടു പോകുവാനുള്ള സന്നദ്ധത ക്ലയന്റ് അറിയിക്കണം. ട്രീറ്റ്മെന്റ് ക്ലയന്റിന് സുഖപ്രദമായിരിക്കണം എന്നുള്ളതുകൊണ്ട് പ്രക്രിയ തീരുന്നതുവരെ ക്ലയന്റിന് അസ്വസ്ഥതകളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ക്ലയന്റിന്റെ വസ്ത്രത്തിൽ മുടിയും കെമിക്കലും തെറിച്ചു വീഴുന്നത് തടയാൻ ക്ലയന്റിനെ ഒരു സലൂൺ ഗൗൺ ധരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആകസ്മികമായി പോലും അവ ക്ലയന്റിന്റെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശരീരത്തിന്റെ മുകൾ ഭാഗവും തോളുകളും നന്നായി മൂടുന്ന വിധത്തിൽ വേണം ഗൗൺ ധരിപ്പിക്കാൻ. കൂടുതൽ സുരക്ഷയ്ക്കായി ക്ലയന്റിന്റെ തോളിൽ സലൂൺ ഗൗണിന് മുകളിലായി ഒരു ടവൽ കൊണ്ടുകൂടി മൂടുക. ഇതും പ്രക്രിയയ്ക്കിടയിൽ ഉൽപ്പന്നമോ മുടിയോ വസ്ത്രത്തിൽ വീഴുന്നത് തടയുന്നു. ഇനി പറയുന്നവയാണ് കെരറ്റിൻ ഉപയോഗിച്ചുള്ള ഹെയർ സ്മൂത്തനിങ് പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ. ഘട്ടം 1: മുടി തയ്യാറാക്കുക. ഘട്ടം 2: മുടി പകുക്കുക. ഘട്ടം 3: ഹെയർ കെരറ്റിൻ ഉൽപ്പന്നം പുരട്ടുക. ഘട്ടം 4: മുടി ബ്ലോ ഡ്രൈ ചെയ്യുക. ഘട്ടം 5: മുടി സ്ട്രെയിറ്റൻ ചെയ്യുക. ഇനി ഓരോ സ്റ്റെപ്പും വിശദമായി നോക്കാം. കെരറ്റിൻ ട്രീറ്റ്മെന്റ് കൊണ്ട് മികച്ച ഫലം ലഭിക്കണമെങ്കിൽ അത് വൃത്തിയുള്ള മുടിയിൽ വേണം ചെയ്യാൻ. അതുകൊണ്ട് ഒരു ക്ലാരിഫയിങ് ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായി കഴുകുക. ഇത്തരത്തിലുള്ള ഷാംപൂ എണ്ണയോ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടമോ ഉണ്ടെങ്കിൽ അവ വൃത്തിയായി നീക്കം ചെയ്ത് കെരറ്റിൻ ട്രീറ്റ്മെന്റ് മുടിയിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. കഴുകിക്കഴിഞ്ഞ് മുടി ടവൽ കൊണ്ട് തോർത്തി അധികമുള്ള ജലാംശം നീക്കുക. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുടിക്ക് നനവുണ്ടാകണം, എന്നാൽ വെള്ളം ഇറ്റു വീഴാൻ പാടില്ല. കെമിക്കലുകൾ പുരട്ടുന്നതിന് മുൻപ് തലയ്ക്ക് ചുറ്റും മുടിയിഴകൾ തുടങ്ങുന്ന ഇടമായ ഹെയർലൈൻ മുഴുവനും
ചെവിയുടെ മുകളിലും പ്രൊട്ടക്റ്റീവ് ക്രീം പുരട്ടുക. ഇത് കെമിക്കലുകൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ചർമ്മത്തിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഒരു സുരക്ഷാ കവചമായി നിന്ന് സംരക്ഷിക്കുന്നു. പ്രൊട്ടക്റ്റീവ് ക്രീം എല്ലായിടത്തും ഒരുപോലെ പുരണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മുടിയെ ചെറിയ ഭാഗങ്ങളാക്കി പകുക്കുക. മുകളിലുള്ള ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്യുകയോ കെട്ടിവയ്ക്കുകയോ ചെയ്ത് ഓരോ ഭാഗങ്ങളിലായി പ്രക്രിയ തുടങ്ങുക. മുടിയുടെ ഘനവും നീളവും അനുസരിച്ച് ഭാഗങ്ങളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കെരറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് നിർമ്മാതാക്കളുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ പ്രയോഗ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടാകും. ഇനി മുടിയുടെ ആദ്യത്തെ സെക്ഷനിൽ കെരറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുക. ആപ്ലിക്കേറ്റർ ബ്രഷോ ചീർപ്പോ ഉപയോഗിച്ച് മുടിയുടെ വേരു മുതൽ തുമ്പുവരെ ഉൽപ്പന്നം നന്നായി പുരട്ടുക. ഓരോ സെക്ഷനിലും ഇത് ആവർത്തിച്ച് തലയിൽ മുഴുവനായി കെരറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, കൂടുതൽ ഉൽപ്പന്നം പുരട്ടരുത്. അളവ് കൂടിയാൽ ഒരേപോലെയുള്ള ഫലം കിട്ടില്ല. ഓരോ സെക്ഷനുകളിലായി തലയിൽ എല്ലായിടത്തും ഈ പ്രക്രിയ ആവർത്തിക്കുക. പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം മുടി ഉണക്കുക. ബ്രഷ് താഴേക്ക് നീക്കുന്നതിനനുസരിച്ച് നോസിൽ ഘടിപ്പിച്ച ബ്ലോ ഡ്രയർ കൊണ്ട് കാറ്റ് കൊള്ളിക്കുക. ഈ ടെക്നിക്ക് കെരറ്റിൻ ട്രീറ്റ്മെന്റ് ഉറപ്പിച്ച് മുടി അടുത്ത ഘട്ടത്തിനായി തയ്യാറാക്കുന്നു. ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഒരു റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച് മുടി സ്മൂത്ത് ആക്കുക. ഇത് കെരറ്റിൻ ട്രീറ്റ്മെന്റിന് ഉറപ്പു നൽകുക മാത്രമല്ല, മുടിക്ക് ഉള്ളും തിളക്കവും നൽകുന്നു. ആദ്യം ഹെയർ സ്ട്രെയിറ്റ്നർ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് മുടിയിൽ പ്രയോഗിക്കുന്നതിന് മുൻപ് ആവശ്യത്തിന് ചൂടാകുന്നതുവരെ കാക്കുക. ആ സമയത്തിനുള്ളിൽ മുടി ഒരു സെറ്റിംഗ് ക്ലിപ്പ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള വിധത്തിൽ ചെറിയ സെക്ഷനുകളാക്കുക. മുടി പകുത്തു കഴിഞ്ഞാൽ ഓരോ സബ്സെക്ഷനും ഹെയർ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് സ്ട്രെയിറ്റൻ ചെയ്യുക. ഫ്ലാറ്റ് അയണിന്റെ ചൂട് മുടിയുടെ പ്രതലത്തിൽ കെരറ്റിൻ ട്രീറ്റ്മെന്റ് ഉറപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ മുടി നല്ല മിനുസമുള്ളതും സ്ട്രെയിറ്റും ആകുന്നു. ആദ്യ സെക്ഷനിലെ മുടിയിൽ നിന്ന് തുടങ്ങാം. ഫ്ലാറ്റ് അയൺ മുടിയുടെ വേരിനോട് ചേർത്ത് വെച്ച് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. ഇത് ചെയ്യുമ്പോൾ ഒരുപോലെ എല്ലായിടത്തും ചൂട് വ്യാപിക്കാൻ ഓരോ സബ്സെക്ഷനിലും സാവധാനത്തിൽ ഒരേപോലെ കടന്നുപോകാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ സാവധാനത്തിൽ സ്ഥിരതയോടെ ചെയ്യുന്നത് ഹെയർ ഷാഫ്റ്റിലേക്ക് ചൂട് പ്രവേശിച്ച് കെരറ്റിൻ സജീവമാക്കി കൃത്യമായ ഫലം നൽകാൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, കൂടുതൽ ചൂടേറ്റ് മുടി കേടാകാതിരിക്കാൻ ഒരേ സ്ഥലത്ത് അധിക നേരം ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോ സബ്സെക്ഷനായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തു വരുമ്പോൾ മുടി വളരെ മൃദുലവും കൈകാര്യം ചെയ്യാൻ എളുപ്പവുമായി മാറുന്നത് കാണാം. ഫ്ലാറ്റ് അയണിൽ നിന്നുള്ള ചൂടിനോടൊപ്പമുള്ള കെരറ്റിൻ ട്രീറ്റ്മെന്റ് മുടിയുടെ പ്രതലം അഥവാ ക്യൂട്ടിക്കിളിലുള്ള കേടുപാടുകൾ തീർത്ത് സീൽ ചെയ്ത് ചുരുളുകൾ കുറച്ച് കാഴ്ചയിൽ നല്ല തിളക്കമുള്ളതും സ്ട്രെയിറ്റും ആയി തോന്നിക്കുന്നു. മുടി മുഴുവനും സ്ട്രെയിറ്റൻ ചെയ്ത് തീരുന്നതുവരെ ഓരോ സബ്സെക്ഷനിലും ഈ പ്രക്രിയ ആവർത്തിക്കുക. സമയമെടുത്ത് കുറച്ചുകൂടി ശരിയാവാനുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ വേണ്ടിവന്നാൽ ഒന്നുകൂടി റീസ്ട്രെയിറ്റൻ ചെയ്യുക. സ്ട്രെയിറ്റനിങ് പൂർത്തിയായി കഴിയുമ്പോൾ മുടിക്ക് കാഴ്ചയിലും ഘടനയിലും ശ്രദ്ധേയമായ മാറ്റം വന്നതായി കാണാം. കഴുകുന്നതിന് മുൻപ് ഒരു കെരറ്റിൻ ഉൽപ്പന്നം മുടിയിൽ എത്ര നേരം നിലനിർത്തണം എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ സവിശേഷത അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലവ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഉടനെ കഴുകാം. എന്നാൽ ചില ട്രീറ്റ്മെന്റുകൾക്ക് 48 മുതൽ 72 മണിക്കൂർ കഴിയുന്നതുവരെ കാക്കണം. ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചില വിപരീത ഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ട്. ട്രീറ്റ്മെന്റിന് മുൻപ് ക്ലയന്റ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി പറയുന്നവയാണ് അവ. മുടി പൊട്ടുക. കെരറ്റിൻ ട്രീറ്റ്മെന്റുകൾ മുടിയുടെ ഘടന മെച്ചപ്പെടുത്തി ചുരുളുകൾ കുറയ്ക്കാനാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഇത് അമിതമായി പ്രയോഗിച്ചാൽ മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. സ്ട്രെയിറ്റനിങ് സമയത്ത് അമിതമായി ചൂടേൽക്കുന്നതിന്റെ ഫലമാവാം ഇതിന് കാരണം. മുടി കൊഴിച്ചിൽ. വളരെ വിരളമായി ചില വ്യക്തികൾക്ക് കെരറ്റിൻ ട്രീറ്റ്മെന്റിന് ശേഷം താൽക്കാലികമായി മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് സ്കാൽപ്പിലുണ്ടാകുന്ന അസ്വസ്ഥത, അലർജി, മുടി പൊട്ടിപ്പോകൽ എന്നീ കാരണങ്ങൾ കൊണ്ടാകാം.
കണ്ണിന് ചൊറിച്ചിലും വെള്ളം വരലും. കെരറ്റിൻ ട്രീറ്റ്മെന്റിന് ഇടയിൽ പുറത്തുവരുന്ന പുകയും ദുർഗന്ധവും ചിലരുടെ കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇതുമൂലം ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നിവ ഉണ്ടാകാം. അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. സെൻസിറ്റീവ് ചർമ്മം ഉള്ളവർക്കും അലർജികൾ ഉള്ളവർക്കും കെരറ്റിൻ ട്രീറ്റ്മെന്റിന്റെ ഫലമായി അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടായേക്കാം. ഇത് ചർമ്മം ചുവന്ന് നീരുവന്ന് തടിപ്പുണ്ടാകാനോ ചൊറിഞ്ഞു പൊട്ടാനോ ഇടയാക്കിയേക്കാം. പരിചരണത്തിലെ വെല്ലുവിളികൾ. കെരറ്റിൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത മുടിക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. ട്രീറ്റ്മെന്റിന്റെ ഫലം ദീർഘകാലം നിലനിൽക്കാൻ സൾഫേറ്റ് മുക്തമായതും കെരറ്റിൻ സേഫ് ആയതുമായ ഹെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ചുരുൾ നിവരുക. മുടി സ്ട്രെയിറ്റൻ ചെയ്യാനാണ് കെരറ്റിൻ ട്രീറ്റ്മെന്റ് മുഖ്യമായും രൂപപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ചുരുളുകളോ വേവി അഥവാ അലകളോ ആയ മുടി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സ്വാഭാവിക രൂപത്തിലേക്ക് തിരികെ വരും. കാരണം ട്രീറ്റ്മെന്റ് കൊണ്ട് ചുരുളുകൾ നിശ്ശേഷം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് മുടി കഴുകുന്തോറും കാലക്രമേണ മുടി അതിന്റെ സ്വാഭാവിക ഘടനയിലേക്ക് മടങ്ങും. ഹീറ്റ് സ്റ്റൈലിങ്ങിനോട് സെൻസിറ്റിവിറ്റി ഉണ്ടാവുക. കെരറ്റിൻ ട്രീറ്റ്മെന്റിന് ശേഷം മുടി ഹീറ്റ് സ്റ്റൈലിങ്ങിനോട് സെൻസിറ്റീവ് ആയേക്കാം. അമിതമായി ചൂടേൽക്കുന്നത് മുടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഹീറ്റ് സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ ജാഗ്രതയോടെ കുറഞ്ഞ ചൂടിൽ പ്രയോഗിക്കുക എന്നത് നിർണായകമാണ്. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്നവരും എടുക്കേണ്ട മുൻകരുതലുകൾ. ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കെരറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ജാഗ്രത പാലിക്കണം. ഈ അവസ്ഥകളിൽ ചില കെമിക്കലുകളുടെ ചേരുവകൾ അവർക്ക് ഹാനികരമാണ്. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ സ്മൂത്തനിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും പട്ടിക തയ്യാറാക്കുക. നടപടിക്രമത്തിനായി ക്ലയന്റിനെ തയ്യാറാക്കുക. ഹെയർ സ്മൂത്തനിങ്ങിനുള്ള നടപടിക്രമം നടത്തുക. ഒപ്പം ഹെയർ സ്മൂത്തനിങ്ങിന്റെ ഗുണദോഷങ്ങൾ വിശദീകരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.